വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ട്രംപ് ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് സിറിക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഒരു ഇറാൻ്റെ ഐലാൻഡിൽ അറ്റാക്ക് നടത്തിയ ഇമേജാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഫൂട്ടേജസ് ഒക്കെയാണ് ട്രംപ് വീണ്ടും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പുതിയ അറ്റാക്ക് എന്നുള്ള നിലയിലാണ് ട്രംപ് പഴയ വീഡിയോ തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ട് ട്രംപ് അങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. ഇനി പുതിയ ഫുട്ടേജസ് കിട്ടാത്തത് കൊണ്ടാണോ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ, അല്ലെങ്കിൽ ഡമ്മി അറ്റാക്ക്, അല്ലെങ്കിൽ പ്രൊവോക്കേഷൻ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള വാർ ടാക്ടിക്സ് ആണോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ എന്നാലും ഇറാൻ്റെ സൈഡിൽ നിന്ന് 8 തവണ കുവൈറ്റിൻ്റെ US എയർബേസിലും ബഹ്റൈൻ്റെ എയർബേസിലും ആക്രമണ ശ്രമം നടത്തിയിട്ടുണ്ട്. അത് പരമാവധി 2 രാജ്യങ്ങളും ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അറ്റാക്കിന് വേണ്ടിയിട്ട് ഇറാൻ എടുക്കുന്ന ആ ഒരു അറ്റംപ്റ്റ് അത് തന്നെ ശരിക്കും ഒരു വയലേഷനാണ്. അതുപോലെ ഇറാൻ ആക്രമണം നടത്തിയതായിട്ട് ട്രംപ് പോസ്റ്റ് ചെയ്ത വീഡിയോ ഫൂട്ടേജ് ഇറാൻ്റെ പഴയ ആക്രമണത്തിൻ്റെ ഫൂട്ടേജസ് ആണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ ഇനി അമേരിക്ക തന്നെ കൊടുക്കേണ്ടി വരും. നമുക്ക് അത് കഴിഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നിരിക്കുന്ന മറ്റൊരു ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇറാൻ ബോർഡറിൽ ഒരു 4 ഇറാനിയൻ ബോർഡർ സെക്യൂരിറ്റി ഓഫീസേഴ്സിനെ ഇറാഖിൽ നിന്നുമുള്ള വ്യക്തികൾ കടന്നു കയറി കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്രമണത്തിന് കുർദിഷുകളുടെ മേലിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് പോയിന്റ് ഉണ്ടായിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആരാണ് ആക്രമണം നടത്തിയത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ ആ സാഹചര്യത്തിൽ ഇറാഖിൻ്റെ ഉള്ളിൽ ഇന്നലെ ബാഗ്ദാദിൽ ഗ്രീൻ സോൺ എന്ന് പറഞ്ഞ് വിളിക്കപ്പെടുന്ന അവരുടെ ഏരിയയിൽ ശരിക്കും നിരവധി പാർലമെൻറ്റേറിയൻസിനൊക്കെ അവിടെ നിരവധി MPമാർ അവരുടെ പാർലമെൻറ്റേറിയൻസ് അവിടെ താമസിക്കുന്നുണ്ട്. അവിടെ ശരിക്കും ഒരു 6ഓളം ഇറാനിയൻ അനുകൂലികളായിട്ടുള്ള ഇറാഖ് പാർലമെൻറ്റേറിയൻസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഭരണത്തിലിരുന്ന അൽ മാൽക്കി എന്ന് പറഞ്ഞ വ്യക്തി, അതായത് സുഡാനി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇതിന് മുമ്പ് ഇറാഖിൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത്. ആ സുഡാനിയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ അൽ മാലിക്കിയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് വന്ന അലി അൽ സാദി എന്ന് പറഞ്ഞ വ്യക്തി, ഇയാളെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇത് കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് എങ്ങനെയാണ് സംഭവിച്ചത്? അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ ഇത്തരത്തിലുള്ള വലിയ വലിയ ബിഗ് ഷാർക്കുകൾ ഇറാന് വേണ്ടിയിട്ട് ഇറാഖിൻ്റെ ഉള്ളിൽ നിന്നും ചരട് വലിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരെ കൃത്യമായിട്ട് കണ്ടെത്തി ഇവരെ കടത്തിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം കടത്തൽ എന്ന് തന്നെ പറയാം. കാരണം ഇപ്പം നിലവിൽ ഇറാഖിൻ്റെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ കാണാതായിരിക്കുന്ന പറഞ്ഞാൽ അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി ഇസ്രായേലും അമേരിക്കയും കൂടി ചേർന്ന് ഇവരെ നീക്കം ചെയ്തതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തള്ളിക്കളയാനാവില്ല. പക്ഷേ ഇറാഖിൻ്റെ ഉള്ളിൽ ഇപ്പം ഇറാഖും കൂടി ചേർന്നിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭരണകൂടം കൊണ്ടുവരാനുള്ള ശ്രമമാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ അമേരിക്ക പറയുന്നത്, നിങ്ങൾ എത്ര തന്നെ ഇറാൻ അനുകൂലമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇറാഖിൻ്റെ ഉള്ളിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പ്രവൃത്തി തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു മെസ്സേജ്, ഒരു സൂചനയും കൂടി ആവാം ഇത്. പക്ഷേ ഇറാഖിൻ്റെ ഉള്ളിലെ അവസ്ഥ ഇച്ചിരി ഗുരുതരമാണ്. കാരണം ഇവർ ഹിസ്ബുള്ളയെയും അതേപോലെ ഇറാനെയും ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികൾ. അവരുടെ ഫോട്ടോസ് സഹിതം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇറാഖിൻ്റെ ഉള്ളിൽ നടന്നിരിക്കുന്ന ഒരു ബിഗ് ഡെവലപ്മെൻറ്റ്. അത് ബിഗ് ഡെവലപ്മെൻറ്റ് തന്നെ പറയേണ്ടി വരും. കാരണം ശരിക്കും ഇറാഖിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും ഇറാന് മേൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇറാഖിനുള്ളിൽ നിരവധി മേഖലകളിൽ ഇറാൻ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇറാന് കാണിച്ചു കൊടുക്കുന്നത് ആരാണ്? ഇറാഖിൻ്റെ ഉള്ളിൽ തന്നെ ഈ മെസ്സേജ് പോകണം. ഇന്ന സ്ഥലങ്ങളിൽ അമേരിക്കൻ അനുകൂലികളുണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ ഇസ്രായേലെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ളതൊക്കെ കാണിച്ചു കൊടുക്കാൻ, ചൂണ്ടിക്കാണിക്കാൻ കൃത്യമായിട്ട് ഇവിടെ ഇറാഖിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മെസ്സേജ് പോയിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ടുള്ള മൊസാദിൻ്റെ ചാർട്ട് പ്ലാനായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിവേ, ഈ കടത്തപ്പെട്ട വ്യക്തികളുടെ വിവരവും അതുപോലെ ആരാണ് കടത്തിയത് എന്നുള്ളതും ഇതുവരെ വ്യക്തമല്ല. ഇറാഖിൻ്റെ ഒരു സൈഡിലുള്ള ഗവൺമെൻറ് തന്നെ അമേരിക്കയോടൊപ്പം ചേർന്ന് അവരുടെ സപ്പോർട്ടോടുകൂടി ഇറാഖ് ഗവൺമെൻറ് തന്നെ ഈ തീരുമാനം എടുത്തിട്ടുണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതൽ. അങ്ങനെയാണ് പല അനാലിസ്റ്റുകൾ, പല മിഡിൽ ഈസ്റ്റ് പേപ്പറുകളും വിശേഷിപ്പിക്കുന്നത്. ട്രംപ് ആണെന്നുണ്ടെങ്കിൽ കട്ടക്കലിപ്പിലാണ്. ട്രംപിനെതിരെയുള്ള വികാരം അമേരിക്കയുടെ ഉള്ളിൽ, പ്രത്യേകിച്ച് ഇറാനുമായിട്ട് ട്രംപ് വെച്ച ഡീൽ ശരിയല്ല. അതുപോലെ മാർക്കോ റൂബിക്ക് നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട് ലെബനൻ ഡീലുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ഡീൽ വെക്കുന്നതിൽ മാർക്കോ റൂബിയാണ് ബെറ്റർ JD വാൻസിനേക്കാളും. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ അമേരിക്കയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ബട്ട് ട്രംപ് അതിൽ കലി പൂണ്ടിട്ട് ഇറാൻ ഫുള്ളി ഡിസ്ട്രോയിഡ്, ഇനിയും ഇറാൻ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് നടത്തുന്നതെങ്കിൽ, ഇത്തരത്തിൽ വയലേഷൻസ് ആണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്, ഒമാന്റെ തീരത്തുകൂടി അമേരിക്ക വരച്ചു കൊടുത്ത ആ റൂട്ട് മാപ്പിലൂടി സഞ്ചരിക്കാത്ത കപ്പലുകൾക്ക് നേരെ നിങ്ങൾ നടത്തുന്ന ആക്രമണം അതൊരു കംപ്ലീറ്റ് വയലേഷനാണ്. സോ നിങ്ങളെ പൂർണ്ണമായിട്ട് തുടച്ചു നീക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തേണ്ടി വരും എന്നുള്ള സൂചനയൊക്കെ ട്രംപ്
ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ എഴുതി ഇടുന്നുണ്ട്. അതേസമയം ഇറാൻ ആണെന്നുണ്ടെങ്കിൽ പകരത്തിന് അമേരിക്കയുടെ 8 ബേസുകൾ മിഡിൽ ഈസ്റ്റിൽ ഒട്ടാകെ അമേരിക്കയുടെ 8 ബേസുകളുണ്ട്. ആ 8 ബേസുകൾക്കും വാർണിംഗ് കൊടുത്തിരിക്കുകയാണ് ഇറാൻ ആണെങ്കിൽ ഖത്തറിന് മേൽ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഖത്തറിന് മേൽ എന്ന് പറഞ്ഞാൽ ഖത്തറിൽ നിന്നും വന്നൊരു കപ്പലിക്ക് നേരെ ആക്രമണം നടത്തി അതിലുണ്ടായിരുന്ന ഒരു ഖത്തർ സ്വദേശി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ആക്രമണം നടന്ന ഉടനെ തന്നെ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒപ്പോസ് ചെയ്തുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അമേരിക്ക ഉടനെ ഇടപെട്ടുകൊണ്ട് മറ്റൊരു ആക്രമണത്തിലേക്ക് തുനിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് പെട്ടെന്ന് തന്നെ ട്രാഫിക് ഡൗൺ ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ അങ്ങനെ മറ്റുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ ഇടപെട്ടു. ഇപ്പോൾ അമേരിക്കയും ഇറാനും വീണ്ടും ഇനി ആക്രമണങ്ങളില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കും ആക്രമണം വേണ്ട, ഇറാനും വേണ്ട. പക്ഷേ ഇറാന് ഇവിടെ ഒരു നിർബന്ധമുണ്ട്. അവർക്ക് അവരുടെ സൈഡിലൂടെ കപ്പലുകളെല്ലാം സഞ്ചരിക്കണം, നിയന്ത്രണം അവർക്ക് വേണം, ഹോർമോസിൻ്റെ നിയന്ത്രണം, പണപ്പിരിവും അവർക്ക് നടത്തണം. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്ക ഇത് ശക്തമായിട്ട് ഇറാനെതിരെ ഒരു നിലപാട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ആക്രമണങ്ങൾ തുടരും. അതുതന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ലെബനാൻ ആണെന്നുണ്ടെങ്കിൽ ലെബനാൻ്റെ ഉള്ളിൽ ഇന്നലെ സിവിൽ വാറിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെസ്ബുള്ള അനുയായികൾ തെരുവിലിറങ്ങി ഈ പ്രതിഷേധ പ്രകടനങ്ങളായിരുന്നു. പക്ഷെ എന്നാലും വളരെ സ്മൂത്തായിട്ട് തന്നെ ലെബനാൻ ഗവൺമെൻറ് അത് ഒരു സിവിൽ വാറിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുത്ത് സെക്യൂരിറ്റിയൊക്കെ ഉറപ്പുവരുത്തി കൃത്യമായിട്ട് ആ ഒരു പ്രതിഷേധത്തിനെ മൈൽഡായിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അത് വളരെ അഭിനന്ദനാർഹമാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ലെബനാൻ്റെ ഉള്ളിൽ ഒരു സിവിൽ വാർ തന്നെ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അതിനെ തുടർന്ന് അത് മാത്രമല്ല, വഴിയോരങ്ങളിൽ ലെബനൻ്റെ ഉള്ളിൽ ആയത്തുൽ അലി ഖമനയുടെയും മുജ്തബ ഖമനയുടെയും പോസ്റ്ററുകളാണ് ഉടനീളം പതിപ്പിച്ച് വെച്ചിരുന്നത്. അതിൽ ഹസൻ നസറുള്ളയുടെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വഴിയോരങ്ങളിലുള്ള പോസ്റ്ററുകളെല്ലാം തന്നെ ഇപ്പം നീക്കം ചെയ്തിട്ട് അവിടെ എല്ലാം തന്നെ ലെബനീസ് ഫ്ലാഗ് അവർ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു സംഭവം ലെബനാൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഇസ്രായേലിൻ്റെ വ്യൂ പോയിന്റിലൂടെയാണ് കംപ്ലീറ്റ് സർവൈലൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആരെങ്കിലും പോയിട്ട് ലെബനീസ് ഫ്ലാഗിൻ്റെ ആ പോസ്റ്റർ കീറി കളയുന്നുവെങ്കിൽ അവനെ ആ സ്പോട്ടിൽ തട്ടും. അതുപോലെ തന്നെ ലെബനീസ് ഫ്ലാഗിൻ്റെ ആ സിമ്പൽ വഴിയോരങ്ങളെല്ലാം തന്നെ ഇപ്പം പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഹസൻ നസറുള്ള, ആയത്തുൽ അലി ഖമനയി, മുജ്തബ ഖമനയി ഇവരുടെയൊക്കെ ഫോട്ടോസ് എല്ലാം തന്നെ ഇപ്പം നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലെബനാൻ. ഇറ്റ്സ് ഫോർ ലെബനീസ്, നോട്ട് ഫോർ ഇറാനിയൻസ്. അതാണ് അവർ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ലെബനീസ് ഗവൺമെൻറ്റിനെതിരെ ഹെസ്ബുള്ള വല്ലാത്ത രീതിയിൽ പ്രസ്താവനകളിലൂടെ ആഞ്ഞടിക്കുന്നുണ്ട്. ജോസഫ് ആവോനെതിരെയൊക്കെ ആഞ്ഞടിക്കുന്നുണ്ട്. ഇസ്രായേലികൾക്ക്, സയനിസ്റ്റ് റെജീമിന് അടിയറവ് പറഞ്ഞ് ലെബനാൻ രാജ്യത്തിനെ ഇസ്രായേലിൻ്റെ കാൽക്കീഴിൽ കൊണ്ട് അടിയറവ് പറഞ്ഞ് കൈമാറിയ ജോസഫ് ആവോൻ എന്നൊക്കെയാണ് അവർ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഹെസ്ബുള്ളകൾ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അടിമത്വത്തിൽ കൊണ്ടുപോയി ചേർക്കുകയാണ് ഈ ലെബനനെ. അതവർ പറയുന്നില്ല. സംഭവം വേറെ ഒന്നുമില്ല, ഇതൊരു ജൂയിഷ് സ്റ്റേറ്റ് ആണല്ലോ ഇസ്രായേൽ, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഹിസ്ബുള്ള വെപ്പൺ ട്രാൻസ്പോർട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് കൃത്യമായിട്ട് കണ്ടെത്തി സ്കാൻ ചെയ്ത് കൃത്യമായിട്ട് ആ വെപ്പൺ ട്രാൻസ്പോർട്ട് നടത്തുന്ന വെഹിക്കിൾ, അതുപോലെ തന്നെ ആ ട്രാൻസ്പോർട്ടേഷൻ നടത്തിയ ആൾക്കാരെല്ലാവരെയും ഹെസ്ബുള്ള മെമ്പേഴ്സ് ഉൾപ്പെടെയുള്ള ആ സ്റ്റോറേജ് ഗോഡൻ ഉൾപ്പെടെ ഇസ്രായേൽ അടിച്ച് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇന്നലെ 8 സ്ഥലങ്ങളിലാണ് ലെബനൻ്റെ ഉള്ളിൽ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയത്. ഇപ്പോഴും ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിൽ ആക്രമണങ്ങൾ തുടരുകയാണ്. അതുപോലെ ഗാസയ്ക്കുള്ളിൽ വലീദ് ഹനിയ എന്ന് പറഞ്ഞ യാസിൻവറുമായിട്ടും ഇസ്മായിൽ ഹനിയയുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. സുപ്രീം കമാൻഡ് പൊസിഷനിലുള്ള വ്യക്തിയാണ്. ആ വ്യക്തിയെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ഇന്നലെ ഖാൻ യൂണിസിൽ, അതേപോലെ തന്നെ ദെയ്ർ അൽ ബല, ഇങ്ങനത്തെ ഏരിയകളിലെല്ലാം തന്നെ ഗാസയ്ക്കുള്ളിൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ ഒരു സ്പീച്ച് കൊടുത്തിട്ടുണ്ട്. ഗാസയിൽ നമ്മളുടെ ഓപ്പറേഷൻ ശക്തിപ്പെടുത്തും, യെല്ലോ ലൈനിൻ്റെ അടുത്തായിട്ട് ആരെങ്കിലും വന്നിട്ട് ഇത്തരത്തിലുള്ള കുസൃതിപ്പണികൾ, വേണ്ടാത്തരങ്ങൾ, അതായത് IDF-നെതിരെ കല്ലെടുത്തെറിയുക, ഇമാതിരിയുള്ള പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥലം കൂടി നമ്മൾ കയറി പിടിക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. അതായത് ഗാസ വീണ്ടും ചുരുങ്ങാണ്. ഇപ്പോൾ 40% ആണെന്നുണ്ടെങ്കിൽ അത് 40% ഉണ്ടോ എന്നുള്ളതിന് ഇപ്പോൾ ഡൗട്ടാണ്. അത് 30% ആയിട്ട് ചുരുങ്ങാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ഇനി വലീദ് ഹനിയയുടെ ലൊക്കേഷൻ എല്ലാം ട്രാക്ക് ചെയ്ത് കൊടുത്തത് ഷിൻബറ്റാണ്. അതുപോലെ കറാച്ചിയിൽ ഒരു ബോംബ് ബ്ലാസ്റ്റ്, അതിനെ തുടർന്ന് 8 പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കറാച്ചിയുടെ ഉള്ളിലുള്ള അവസ്ഥയാണിത്. പാകിസ്ഥാൻ നിരന്തരം ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ പാകിസ്ഥാൻ ഗ്ലോബൽ സമാധാനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന രാജ്യമായിട്ടൊന്നും മാറാൻ കഴിയുകയില്ല അവർക്ക്. തീവ്രവാദത്തിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അവർക്ക് എങ്ങനെയാണ് തീവ്രവാദത്തിൽ നിന്നും രക്ഷ നേടാൻ കഴിയുന്നത്? അതൊരിക്കലും കഴിയില്ല.
അതുപോലെ FATFിൻ്റെ സൈഡിൽ നിന്നും പാകിസ്ഥാന് കനത്ത സമ്മർദ്ദം വരുന്നുണ്ട്. FATFിൽ ഇവർ പണം മാത്രമല്ല ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി തീവ്രവാദം പ്രചരിപ്പിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് FATFിൻ്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിനുള്ളിൽ നിയമം ഒന്ന് ജസ്റ്റ് റിഫോം ചെയ്തപ്പോൾ ഇവിടെ പലർക്കും പല രീതിയിലുള്ള കുരുപൊട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ FATF പോലത്തെ സംഘടനകളൊക്കെ ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഫോറിൻ ഫണ്ട് എത്ര വേണേലും വരുത്താം, പക്ഷേ അതിൻ്റെ സോഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോറിൻ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് ട്രിഗർ പോയിന്റ് ആണ്. അതായത് ഫോറിനിൽ നിന്നും ഒരു ട്രാൻസാക്ഷൻ ഇന്ത്യക്കുള്ളിൽ വരുന്നു എന്ന് ആ റീസൺ മാത്രം മതി ആ ഫണ്ട് ട്രിഗർ ആവാൻ. അത് വലിയ തോതിലുള്ളൊരു എമൗണ്ട് ആവണം എന്നൊന്നുമില്ല. ഫോറിൻ ട്രാൻസാക്ഷൻ ആണോ അപ്പോഴേ അത് ട്രിഗറായി, അപ്പം തന്നെ അതിൻ്റെ മേളിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട സാഹചര്യമാണ് അവിടെ വരുന്നത്. പിന്നെ നമ്മുടെ രാജ്യം പരമാവധി പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ, ID, അവരുടെ പാസ്പോർട്ട്, വിസ ഇതെല്ലാം തന്നെ ശേഖരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് NRI അക്കൗണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ അവിടെ പ്രശ്നങ്ങൾ വരുന്നില്ല. കാരണം മന്ത്ലി അവിടെ ഒരു ഫ്ലോ ഉണ്ട്. അവർ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതനുസരിച്ച് ഒരു ഫ്ലോ ഉണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഫണ്ടിന്. അതിൽ നിന്നും വിപരീതമായിട്ടൊരു എമൗണ്ട് അവിടെ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരതിനെ ചെക്ക് ചെയ്യും. അത് ട്രിഗർ പോയിന്റ് ആണ്. പക്ഷേ അതല്ലാതെ സാധാരണ സ്വമേധിയ നാട്ടിലൊരു സേവിങ് അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിലേക്ക് വിദേശത്ത് നിന്ന് പണം വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യും. അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അവർ പരിശോധിക്കും. അതുപോലെ ഈ FCRA നിയമം എന്ന് പറയുന്നത് ഈ ചാരിറ്റി സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഫണ്ടുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിനകത്ത് മോണിറ്റർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ കൂടുതൽ അങ്കലാപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ സബ്മിറ്റ് ചെയ്യുക. അതാണ് ഇതിന് ഒരേ പോംവഴി. അല്ലാതെ FATFിലൊക്കെ പോയിട്ട് നമുക്ക് ഗ്രേ ലിസ്റ്റിലൊന്നും കിടക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ നാട്ടിലും ഇമാതിരിപ്പെട്ട തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ചായവുള്ള കുറേ ആൾക്കാരുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ ഡോക്ടേഴ്സൊക്കെ റെഡ് ഫോർട്ടിൻ്റെ മുന്നിൽ കാർ എടുത്തുകൊണ്ട് പോയി പൊട്ടിത്തെറിക്കുന്നത്. ഇതൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അത്തരത്തിൽ പണം കൊടുത്താൽ എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ചില വിശ്വാസികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അവർ വിശ്വാസത്തിനെ ഉയർത്തിപ്പിടിക്കുകയും മാനവികതയ്ക്ക് വട്ടപൂജ്യം മാർക്കിട്ട് കൊടുക്കുകയും അതുകൊണ്ട് അവർക്ക് ഏത് മൂലയിലും നിന്ന് പൊട്ടിത്തെറിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള നിയമങ്ങളിലൂടെ ഇതെല്ലാം തന്നെ കർശനമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.